ഇടുക്കിയിൽ മഴക്കെടുതി രൂക്ഷം. മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും വ്യാപക നാശം. പലയിടത്തും മണ്ണിടിഞ്ഞും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. 5 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. മലങ്കര ഡാമിന്റെ 5 ഷട്ടറുകൾ 1.5 മീറ്റർ വീതം ഉയർത്തി. വിവരങ്ങളുമായി ജെയിൻ എസ് രാജു ചേരുന്നു. ഗുഡ് മോർണിംഗ് ജെയിൻ. ഈ 1.5 മീറ്റർ വീതം ഷട്ടറുകൾ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ പരിസര പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ഇടുക്കിയിൽ ഇപ്പോൾ മഴയുണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയുണ്ട് ജെയിൻ? മോത്തി, ഇപ്പം നമ്മൾ രാവിലെ സംസാരിച്ചതുപോലെയല്ല. ആകാശം പൂർണ്ണമായും തെളിഞ്ഞിട്ടുണ്ട്. ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. 2 വീടുകൾ ഏതാണ്ട് വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് തകർന്നു പോയിട്ടുണ്ട്. ഒരു വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. മറ്റൊരു വീട് ഭാഗികമായിട്ടാണ് തകർന്നത്. പക്ഷേ അത് അവിടെ ഇനി വീണ്ടും അവിടെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. റോഡ് ഗതാഗതം പല സ്ഥലങ്ങളിലും തടസ്സപ്പെട്ടിരുന്നു. അവിടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ജോലികൾ ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ജില്ലയുടെ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ രാവിലെ ഉണ്ടായിരിക്കുന്ന ഒരു നടപടി എന്ന് പറയുന്നത് മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തി 1.5 മീറ്റർ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ തൊടുപുഴയാറിലും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. 6 ഷട്ടറുകളാണ് ഉള്ളത്. 2 മീറ്റർ വരെ പരമാവധി ഈ ഷട്ടറുകൾ ഉയർത്താൻ കഴിയും. അങ്ങനെ 6 ഷട്ടറുകൾ ഈ പരമാവധി ഉയർത്തി കഴിഞ്ഞാൽ മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളം കയറാറുണ്ട്. അതുകൊണ്ട് തന്നെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. തെളിഞ്ഞ അന്തരീക്ഷമാണ്. വെയിൽ തെളിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ കൂടുതൽ മഴ ശക്തമാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് യെല്ലോ അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തേതുപോലെയാണെങ്കിൽ ഇന്നലെയും രാവിലെ ഒരു തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് മഴ ആരംഭിച്ചത്. എന്തായാലും ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും വലിയ ജാഗ്രത വേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഇടുക്കിയിലേക്കുള്ള ഗതാഗതം അല്ലെങ്കിൽ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും തൊടുപുഴയിൽ നിന്ന് കട്ടപ്പന വഴി പുളിയമ്മലയിലേക്ക് പോകുന്ന സംസ്ഥാന പാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. വനമേഖലയ്ക്ക് അകത്തുകൂടിയാണ് റോഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മരം ഒടിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മുത്തി. ശരി ജെയിൻ.